നന്നായിട്ട് മോട്ടിവേറ്റ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടേ നമ്മൾ ചില കുട്ടികൾ അന്ന് പറഞ്ഞ എന്താ വെച്ചാൽ മൈ മമ്മി ഈസ് ഫൈൻഡിങ് ഓൺലി മൈ മിസ്റ്റേക്ക്. എൻ്റെ അമ്മ എൻ്റെ മിസ്റ്റേക്ക് മാത്രം കണ്ടെത്തുന്നു. ഞാൻ എത്ര അച്ചീവ്മെന്റ് നടത്തിയാറ് എണ്ണീട്ട് കുട്ടി പറയാം. ഞാൻ MUL പങ്കെടുത്ത് ബെസ്റ്റ് ഡെലിഗേറ്റ് അവാർഡ് കിട്ടി എനിക്ക്. പക്ഷെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയല്ലേ, എത്രയല്ലേ ഉള്ളൂ. ഒരു MUL പങ്കെടുത്ത് ഒരു ബെസ്റ്റ് ഡെലിഗേറ്റ് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ടാസ്ക് എന്താണെന്നറിയാം. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അങ്ങനെ കുട്ടി പറയാ ഇതെല്ലാം നേട്ടുണ്ട്. നേരെ മറിച്ച് ഞാൻ ഏതൊരു സബ്ജക്റ്റിൽ കുറച്ച് മോശമായപ്പോഴേക്കും ഞാനൊരു 20 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് ചാറ്റ് ചെയ്തപ്പോഴേക്ക് അതൊരു ബിഗ് വേൾഡ് വൈഡ് ഇഷ്യൂ ആയിട്ട് മാറി. ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടായാലും പോലും അപ്പൊ മോനോട് വായിക്കാൻ പറയാ, മോളോട് വായിക്കാൻ പറയാം. അന്ന് വായിക്കുന്ന സമയത്ത് നന്നായി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വക ഒരു കോംപ്ലിമെന്റ്, അത് വേർഡായാൽ മതി. മക്കൾ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എത്രത്തോളം അക്കംപ്ലിഷ്മെന്റ് അവർക്ക് കിട്ടുന്നുണ്ടോ അത്രത്തോളം അവർ ഉന്നതിയിലേക്ക് എത്തും. നന്നായി മോട്ടിവേറ്റ് ചെയ്യണം. മോട്ടിവേഷൻ ആണ് അവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നേക്കാൾ ഉപരി നമ്മൾ നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് എനർജിയാണ് ഇത് ഉണ്ടാക്കുക. കുറ്റങ്ങൾ കണ്ടെത്തുമ്പോഴേ കുട്ടികൾ പരമാവധി നെഗറ്റീവ്സ് ആണ്. നമ്മൾ സംഭവം കുറ്റങ്ങളാണെങ്കിലും അത് നെഗറ്റീവ്സ് അല്ലേ. പോസിറ്റീവ്സ് പരമാവധി കണ്ടെത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങൾ കൈയടിക്കണം, നിങ്ങൾ ഹഗ് ചെയ്യണം, കിസ് ചെയ്യണം കുട്ടികളെ. നമ്മൾ ചെയ്യണം അത്. അപ്പോഴാണ് കുട്ടികൾക്ക് ഒരു സെൽഫ് റെസ്പെക്ട് വരുന്നത്. അവരുടെ ഏറ്റവും വലിയ ലോകം എന്ന് പറഞ്ഞ ഉപ്പിമ്മയാണ്. അങ്ങനെ ആക്കിയെടുക്കണം നമുക്ക്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.